വിശുദ്ധ തിരുവെഴുത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സന്തോഷത്തിൻ്റെ പൂർണ്ണത കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നല്ലൊരു ശതമാനം ആളുകളും സന്തോഷിക്കാറുണ്ട്, അവർ സന്തോഷം കണ്ടെത്താറുണ്ട് പലതിലും. പക്ഷേ ആ സന്തോഷങ്ങളൊന്നും പൂർണ്ണമാകാറില്ല, ആ സന്തോഷങ്ങളിൽ അവർ തൃപ്തി അണയാറില്ല. അവരതിലും മെച്ചമായ സന്തോഷം വീണ്ടും കിട്ടുമോ എന്ന അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് എവിടെ ചെന്ന് നോക്കിയാലും അത് കാണാൻ പറ്റും. രാഷ്ട്രീയ പാർട്ടികളിൽ സന്തോഷിക്കുന്നവരുടെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, മറ്റേത് കലാകായിക മേഖലകളിൽ സന്തോഷിക്കുന്നവരാണെങ്കിലും കൊള്ളാം, ലോകത്തിൻ്റെ ഏത് തരത്തിലുള്ള സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ അല്ലെങ്കിൽ ആ സന്തോഷത്തെ തേടിക്കണ്ടുപിടിക്കാൻ ഒക്കെ പോകുന്നവരും കുറേ കഴിയുമ്പം മടുക്കുകയാണ്. എന്നിട്ട് അവർ പുതിയത് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടുകളിലാണ്. ഈ അവസരത്തിലാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, പൂർണ്ണ സന്തോഷം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സന്തോഷം പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രയാസമെങ്കിൽ ഇതാ വിശുദ്ധ തിരുവെഴുത്തിൽ അതിനുള്ള മാർഗം പറയുകയാണ്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. ആ പൂർണ്ണമാകേണ്ടതിനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കുക എന്നുള്ളതാണ്. എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കുകയും അങ്ങനെ വന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. അവിടെ കർത്താവ് ആദ്യം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ അത് വളരെ ക്ലിയർ ആവും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. വളരെ വ്യക്തമായി കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിലിരിക്കുക. അതായത് എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുകയും അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. ഞാൻ അത് വിശദമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. പിതാവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന്. അപ്പോൾ ലോകത്തിലെ മുഴുമനുഷ്യവർഗത്തെയും ോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ ഏകജാതനായ മകനെ നമുക്ക് നൽകിക്കൊണ്ടാണ്. അപ്പോൾ ഏകജാതനായ മകനെ നൽകുവാൻ അവൻ തീരുമാനിക്കുമ്പോൾ ഏകജാതനായ മകനോടുള്ള കൽപ്പന ആ മകൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് പിതാവിനെ സ്നേഹിക്കുകയാണ് പുത്രൻ. പിതാവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നതാണ് പിതാവിനോടുള്ള സ്നേഹം പുത്രൻ വെളിപ്പെടുത്തുന്നത്. പുത്രൻ എങ്ങനെയാണ് പിതാവിനെ സ്നേഹിച്ചത്? പിതാവിനോടുള്ള കൽപ്പന പ്രമാണിക്കുകയാണ്. പിതാവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? തൻ്റെ ഏകജാതനായ മകനെ നമുക്ക് നൽകിക്കൊണ്ടാണ് പിതാവ് നമ്മളെ സ്നേഹിച്ചത്. അപ്പോൾ യേശു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിലിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിലിരിക്കും. എന്നിട്ട് അടുത്ത വാക്ക്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. ഇത് തന്നെയാണ് പിതാവ് പുത്രനോടും പറഞ്ഞത്, ഞാൻ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ അവരെ സ്നേഹിക്കണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ അവരെ സ്നേഹിക്കണം. പുത്രൻ തയ്യാറായി, സ്വന്തം പ്രാണനെയും കൂടി തരാനായിട്ട് തയ്യാറായി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മളോടും പറയുകയാണ്, സ്നേഹം, ആ സ്നേഹത്തിൽ മാത്രമാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത. ഏത് സ്നേഹം? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മൾ പലരെയും സ്നേഹിക്കാറുണ്ട് സന്തോഷിക്കാൻ, പലരെയും സ്നേഹിക്കാറുണ്ട്, പലതിനെയും സ്നേഹിക്കാറുണ്ട് സന്തോഷം പൂർണ്ണമാക്കാൻ, പക്ഷെ പൂർണ്ണമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ സ്നേഹം ഏത് നിലവാരത്തിലായിരിക്കണമെന്ന് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്? സ്വന്തം പ്രാണനെയും കൂടി നമുക്ക് വെച്ച് തന്നുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിച്ചു. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ തിരുവെഴുത്ത് പറയാനുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനമാണെങ്കിലും 2-ാം ലേഖനമാണെങ്കിലും 3-ാം ലേഖനത്തിലും ഒക്കെ ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് യേശുക്രിസ്തുവിനോടും പിതാവിനോടും അനുപുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നുവെന്ന് യോഹന്നാൻ 1-ാം ലേഖനത്തിൽ പറഞ്ഞു. ആ കൂട്ടായ്മയിലേക്കാണ് നിങ്ങളെയും വിളിക്കുന്നത്. എന്നിട്ട് അവിടെ അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനാണ് ഞങ്ങൾ നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്നത്. അത് നാം ഒരുമിച്ചായിരിക്കുന്നതാണ് സന്തോഷം. ഞാൻ ഒറ്റ വാക്കി ചുരുക്കി പറഞ്ഞാൽ, യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ പറയുന്നത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ച് തന്നതുകൊണ്ട് നാം സ്നേഹമെന്തെന്നറിഞ്ഞിരിക്കുന്നു.
യേശു കർത്താവ് തൻ്റെ പ്രാണനെ നമുക്ക് വെച്ച് തന്നതുകൊണ്ടാണ് നാം സ്നേഹം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത്, എന്നാൽ ഈ ലോകത്തിലെ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഇച്ചിരി വിശദമായിട്ട് പറയുകയാണ്. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയാലും സത്യത്തിൽ തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുവെന്ന് ഇതിനാൽ അറിയും. ഇവിടെ കർത്താവ് വളരെ വ്യക്തമാക്കി. കർത്താവ് തൻ്റെ പ്രാണനെ വെച്ച് തന്നതുകൊണ്ടാണ് നാം സ്നേഹം എന്താണെന്ന് അറിഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. പ്രാണനെ വെച്ച് കൊടുക്കാൻ തയ്യാറാണ്. എങ്ങനെ? വളരെ വ്യക്തമാക്കുകയാണ്. കൂട്ടു സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ നമ്മിൽ വസിക്കും? പിതാവ് പുത്രനിൽ വസിച്ചത് പുത്രൻ നമുക്ക് വേണ്ടി മനസ്സലിവ് കാണിച്ചതുകൊണ്ടാണ്. നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്നതുകൊണ്ടാണ്. എന്തായിരുന്നു മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നം? മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നം ദൈവത്തോട് മനുഷ്യന് നിരപ്പില്ല എന്നുള്ളതാണ്. നിരപ്പില്ലാത്തതിൻ്റെ കാരണം അവൻ്റെ പാപമാണ്. ആ പാപത്തിന് പ്രായശ്ചിത്തം ഉണ്ടാകണം. അതിനൊരു മരണം സംഭവിക്കണം. ആ മരണം അവൻ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക മാത്രമാണോ? അത് വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഏത് മനുഷ്യനെയും ക്രിസ്തുവിലൊന്നാക്കുക, അവൻ്റെ ശരീരത്തോട് ചേർക്കുകയാണ്. യേശു പറയുന്നത്, സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ സകല ജാതികളും കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളിയുമാകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ ആ ക്രൂശിക്കപ്പെട്ടതിൻ്റെ പ്രത്യേകത, അത് വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഏത് വ്യക്തിയും ഒറ്റ ശരീരത്തിൻ്റെ അവയവമാണ്. നിർഭാഗ്യവശാൽ ഈ നിലവാരത്തിൽ സുവിശേഷത്തെ മനസ്സിലാക്കാനോ ആ തേജസ് സുവിശേഷം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് കാരണം കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകാത്തത്. ഇത് തന്നെയാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകാത്തതിൻ്റെയും കാരണം. പലരും സന്തോഷം തേടിയുള്ള ഓട്ടമാണ്. ഒരു സന്തോഷമില്ല. പല കൂട്ടായ്മയിൽ ആളുകൾ മാറി പോകുന്നു. സന്തോഷമില്ല. കുറച്ച് കഴിയുമ്പോൾ മടുക്കുന്നു. ഒന്നുകിൽ അതിൻ്റെ നടത്തിപ്പുകാരൻ്റെ പെരുമാറ്റത്തിൽ തൃപ്തിയില്ല, അല്ലെങ്കിൽ കൂടുതലുള്ള കൂട്ടു സഹോദരന്മാരുടെ പെരുമാറ്റത്തിൽ തൃപ്തിയില്ല. ഓരോന്നിനും ഓരോ കാരണമുണ്ട്. എന്നാൽ സന്തോഷം പൂർണ്ണമാകുന്നത് നടത്തിപ്പുകാരൻ്റെ പെരുമാറ്റത്തിലോ അതിൻ്റെ ലീഡ് ചെയ്യുന്ന മറ്റ് ശുശ്രൂഷകരുടെ പെരുമാറ്റത്തിലോ ഇടത്തും വലത്തും ഇരിക്കുന്ന കൂട്ടു സഹോദരങ്ങളുടെ പെരുമാറ്റത്തിലോ ഒന്നുമല്ല സന്തോഷം പൂർണ്ണമാകുന്നത്. സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിൻ്റെ പെരുമാറ്റം ശരിയാകണം. നിൻ്റെ പെരുമാറ്റം എങ്ങനെ ശരിയാകണം? അവൻ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറാകുന്നിടത്താണ്. അവിടെ കർത്താവ് വ്യക്തമാക്കുന്ന, യോഹന്നാനിലൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, നാം വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമല്ല. കൂട്ടു സഹോദരന് മുട്ടുള്ളപ്പം ആ സഹോദര സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കേട്ടോ എന്ന് വാക്കുകൊണ്ട് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. നാഴിക്കുന്ന ആ പോട്ടം ഫോൺ വിളിച്ച് സഹോദരൻ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ച്, ഞാൻ നിന്നെക്കുറിച്ച് വളരെ വേവലാതിയോടെ ഇരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ അവനെ ബോധിപ്പിച്ചിട്ട് എനിക്ക് അവനോടുള്ള സ്നേഹം വാക്കുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്താനുള്ള കസരത്തുകളുണ്ടല്ലോ. അതാണ് ഭൂരിപക്ഷം നടക്കുന്നത്. അങ്ങനെയല്ല. വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ വസിച്ചെങ്കിൽ മാത്രമേ എന്നിൽ നിന്ന് ഈ സ്നേഹം മറ്റൊരാളിലേക്ക് പോകും. ആ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം എന്നിൽ വസിക്കുന്ന ദൈവസ്നേഹമാണ് അവനിലേക്ക് പകരുന്നത്. ഇത്തിരി വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ വസിക്കുകയും ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ എത്തുകയും ചെയ്യണമെങ്കിൽ അത് എന്നിലൂടെയാണ് നിങ്ങളിൽ എത്തേണ്ടത്. ദൈവം അതിനുള്ള സ്നേഹം എന്നിൽ വർഷിപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം എൻ്റെ കയ്യിലേൽപ്പിച്ചിരിക്കുകയാണ്. ഞാനത് നിങ്ങൾക്ക് ചെയ്യാതെ വാക്കുകൊണ്ട് പറഞ്ഞു നിർത്തിയാൽ ദൈവത്തിൻ്റെ ആ സ്നേഹം നിങ്ങളിൽ എത്തുന്നില്ല. അതിന് തടസ്സമായി നിൽക്കുന്ന വ്യക്തി ഞാനാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കും. പക്ഷേ നിങ്ങളുടെ വിഷയത്തിൻ്റെ പരിഹാരം ദൈവം ആ സമയം തന്നെ എത്തിക്കുകയാണ്. ആ എത്തിക്കുന്ന പരിഹാരം ദൈവം എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെയാണ് നിങ്ങൾക്കത് തരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കേണ്ടത്, ദൈവമേ, ആ സഹോദരൻ ഇന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുകയാണ്, അതിൻ്റെ ആ പരിഹാരം നീ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അദ്ദേഹത്തിന് 10,000, 1,000, 500, 2,000 രൂപയുടെ പ്രശ്നത്തിലായിരിക്കും അദ്ദേഹം വിഷമിക്കുന്നത്. കർത്താവേ, അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ നല്ല കാര്യമാണ്, പ്രാർത്ഥിക്കണം. കർത്താവ് എന്നോട് പറയും, അയക്ക് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അയക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പണം ഇന്നലെ നീ ബിസിനസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ നിനക്ക് ഇന്ന മാർഗത്തിലൂടെ നീ അർഹിക്കുന്നതിൽ ഒരല്പം കൂടെ കൂടുതൽ നിൻ്റെ കയ്യിൽ കിട്ടിയില്ലേ? അത് ഞാൻ ഇവന് വേണ്ടി കൊടുക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചതാണ്. എൻ്റെ സ്നേഹം ഞാൻ നിന്നിലേക്ക് തന്നിരിക്കുകയാണ്. അവനുള്ള എൻ്റെ സ്നേഹം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ അതുകൊണ്ട് കൊടുക്കണം.
അങ്ങനെ ഇത് ദൈവം നിങ്ങൾക്കായി എന്നെ ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ഇതെൻ്റേതല്ല, ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ നിർത്തിയിരിക്കുകയാണ്. അതിന് പണം കൊടുക്കുന്നതാകട്ടെ, ഏത് കാര്യവുമാകട്ടെ, ശാരീരിക വിഷയങ്ങളാകട്ടെ, ഒറ്റപ്പെട്ടിരുന്ന് വിഷമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഏകാന്തതയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ, നിങ്ങളോട് ചേർന്നിരുന്ന് സംസാരിക്കാൻ ദൈവം എന്നെയാണ് നിയോഗിച്ച് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പൗലോസ് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം പുത്രനെ സ്നേഹിച്ചു. പുത്രനിലൂടെ നമ്മളോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുത്തി. ദൈവം നമുക്ക് നൽകേണ്ടുന്ന സമസ്ത സ്നേഹവും പുത്രനെ ഏൽപ്പിച്ചു. പുത്രൻ അത് മുഴുവനും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, നമുക്ക് പകർന്നു തന്നു. എന്നിട്ട് പുത്രൻ പറയുന്നു, യജമാനൻ ചെയ്യുന്ന എന്തെന്ന് ദാസൻ അറിയായികയാൽ ഞാനിനി നിങ്ങളെ ദാസനെന്നല്ല സ്നേഹിതനെന്ന് വിളിക്കുന്നു. തൊട്ട് താഴെയുള്ള ഭാഗം അങ്ങനെ പറഞ്ഞത്. അതായത് ഞാൻ നിങ്ങൾക്കൊന്നും മറച്ചു വെച്ചിട്ടില്ല. പിതാവ് എന്നെ ഏൽപ്പിച്ചത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് നിങ്ങളിനി എൻ്റെ സ്നേഹിതന്മാരാണ്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനാകുക എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനിലേക്ക് പകർന്നത് മുഴുവൻ പുത്രൻ നമുക്ക് തന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പുത്രൻ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പുത്രൻ നമ്മളിലേക്ക് പകർന്നത് മുഴുവൻ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങൾക്ക് കൽപ്പിക്കുന്നു. എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്മിൽ സ്നേഹിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സന്തോഷം അതാണ്. നമ്മുടെ കർത്താവ് പിതാവിനാൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി പിതാവിനാൽ അയക്കപ്പെട്ടവനായി വന്നെങ്കിൽ ആ പിതാവ് ലോകത്തോടുള്ള സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് വെളിപ്പെടുത്തിയെങ്കിൽ ആ പുത്രൻ നമ്മെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് പുത്രൻ ഈ ലോകത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയാണ്. പുത്രൻ നമ്മളോട് പറയുന്നു, വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.